ഇന്ന് നിങ്ങൾക്കായി റൈറ്റ് ചോയ്സിലൂടെ പരിചയപ്പെടുത്തുന്നത് ഒരു സോളാർ എനർജി സൊല്യൂഷൻ സ്ഥാപനത്തെയാണ്. സാങ്കേതിക മികവിലും സേവനത്തിലും മികച്ച നിലവാരം പുലർത്തുന്ന ഹെസ എനർജി സൊല്യൂഷൻസിന്റെ സേവനങ്ങളെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാം. ഹെസ എനർജി സൊല്യൂഷൻസിന്റെ പാർട്ട്നേഴ്സായ രാകേഷ് സാറിനോടും മനോജ് സാറിനോടും ഇവിടുത്തെ പ്രവർത്തനത്തെ കുറിച്ച് നമുക്ക് നേരിട്ട് ചോദിച്ചു മനസ്സിലാക്കാം. നമ്മൾ 2020 മെയ് മാസത്താണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് കമ്പനി. അന്ന് ശരിക്കും ഒരു കോവിഡ് കാലഘട്ടത്തിലായിരുന്നു. എല്ലാ കമ്പനികളും അടച്ച് വർക്ക് ഫ്രം ഹോം എന്ന നിലയ്ക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ സമയത്താണ് നമ്മൾ തുടങ്ങിയത്. അന്ന് എല്ലാവർക്കും വർക്ക് ഹോം ആയപ്പോൾ വീടുകളിൽ കറണ്ട് ബില്ല് വളരെയധികം കൂടുതലായിട്ട്, അതുപോലെ പല കൊമേഴ്ഷ്യലായാലും ഡൊമസ്റ്റിക്കലായാലും കറണ്ട് ബില്ല് കൂടിയതിന് ശേഷം അങ്ങനെ എല്ലാവരും ഒരു ഓപ്ഷൻ നോക്കുകയായിരുന്നു, എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ തരണം ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതിനെ ഒരു 10-15 വർഷത്തോളം മേലെ എക്സ്പീരിയൻസ് പല കമ്പനികളിലും വർക്ക് ചെയ്തിട്ട്, മാർക്കറ്റിങ്ങിൽ ഒരു 10-20 വർഷത്തിന് മേലെ വർക്ക് ചെയ്തിട്ട്, സോളാർ ഫീൽഡിൽ തന്നെ 10-15 വർഷത്തോളം എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് തുടങ്ങിക്കൂടാ എന്ന് അതിനെ ആശയം മുന്നിട്ട് കാണുമ്പോൾ, അപ്പോൾ നമ്മുടെ പാർട്ട്ണർ രാകേഷിനെ കാണുകയും അദ്ദേഹം ഒരു ടെക്നിക്കൽ ബിടെക് ഹൈലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു അദ്ദേഹമാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു ആശയം ഉയർന്നു വന്ന് അങ്ങനെ 2020 തുടങ്ങിയതാണ് ഈ കമ്പനി. അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് തന്നെ നമുക്ക് കിട്ടിയത് ചെറിയൊരു ഓർഡറല്ല, 30 കിലോവാട്ടിൻ്റെ അക്ഷയ കാറ്റേഴ്സ് കാറ്ററിങ്ങിൽ 45,000 വരുന്ന ഒരു കാറ്ററിംഗ് യൂണിറ്റിനെ വെച്ച് വെറും 2-3 മാസത്തിനുള്ളിൽ അതിനെ സീറോ ബാലൻസ് ആക്കി നമ്മൾ ചെയ്തു. അതുമാത്രമല്ല, ആ കാറ്ററിംഗ് യൂണിറ്റിൽ 2-3 സ്ഥലത്ത് അവരുടെ സെയിം പേരിലുള്ള യൂണിറ്റ് ഉണ്ടായിരുന്നു, KSB ബില്ല് ഉണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ റെഡ്യൂസ് ചെയ്ത് വളരെയധികം ഭംഗിയായിട്ട് ചെയ്തു. അങ്ങനെ നമുക്ക് റെഫറൻസ് കിട്ടി നമ്മളിപ്പോൾ 2025 5-ാമത്തെ കൊല്ലത്തിലേക്കായി. നമ്മൾ MNREയിൽ കേന്ദ്ര ഗവൺമെൻറ് സബ്സിഡിയുള്ള മിനിസ്ട്രി ഓഫ് നോൺ റിന്യൂവബിൾ എനർജി അതിലുള്ള വെണ്ടർ കൂടിയാണ് നമ്മൾ. വെണ്ടറിൽ സബ്സിഡി എല്ലാവർക്കും കിട്ടുന്നുണ്ട്. നമ്മൾ ഇൻഡിവിജ്വൽ കസ്റ്റമേഴ്സിനെല്ലാം വേണ്ട വിധത്തിൽ അവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്തു കൊടുക്കും, ആഫ്റ്റർ സെയിൽ സർവീസും. അതുപോലെ തന്നെ കേരളത്തിൽ ഈ സോളാർ സംഘടനയുണ്ട്, ക്രീബ എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്. അതേപോലെ മാസ്റ്റേഴ്സ് സംഘടനയുടെ മെമ്പേഴ്സും കൂടിയാണ്. പിന്നെ പുതിയ ആധുനികമായിട്ടുള്ള പാനൽസാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അവർക്ക് മൊബൈൽ ആപ്പും എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. കൺസ്യൂമറിന് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മളപ്പോൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. വരും കാലത്തുള്ള സോളാറിന്റെ സാധ്യതകളെ കുറിച്ച് നമുക്ക് രാകേഷ് സാറിനോട് ചോദിക്കാം. സൗരോർജ്ജത്തിൻ്റെ ഒരു സാധ്യതകളെ കുറിച്ച് നമുക്ക് ഇന്ന് ലോകത്തോട് പറയേണ്ട ഒരു ആവശ്യം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ന് സോളാറിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പഴയ കാലത്തെ ജൈവിക ഇന്ധനം ഇന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. സോളാറിൻ്റെ സാധ്യതകളെക്കുറിച്ച് പറയുമ്പോഴേക്കും നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ എനർജി, ഇലക്ട്രിസിറ്റി ആയിക്കോട്ടെ, അല്ലെങ്കിൽ പെട്രോളുമായി ബന്ധപ്പെട്ടതായിക്കോട്ടെ, അല്ലെങ്കിൽ ഗ്യാസുമായി ബന്ധപ്പെട്ടതായിക്കോട്ടെ, എല്ലാത്തിനെയും നമ്മളിപ്പോൾ സോളാറിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ്. ഇന്നിപ്പോൾ ഗ്യാസിന് പകരം നമുക്ക് ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കാം, പെട്രോൾ അടിക്കുന്നതിന് പകരം നമുക്ക് EV ചാർജ് ചെയ്യാം, ഇലക്ട്രിസിറ്റിക്ക് പകരം നമുക്ക് സോളാർ എനർജി ഉപയോഗിക്കാം. അങ്ങനെ വരുമ്പോഴേക്കും മറ്റു ഇന്ധനങ്ങളിൽ നിന്ന് എല്ലാം വ്യത്യസ്തമായി സോളാർ മാത്രമായി അല്ലെങ്കിൽ സൗരോർജ്ജം മാത്രമായി നിലനിൽക്കുന്ന ഒരു ലോകത്തിലേക്ക് മുഴുവൻ ആളുകളും മാറുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് എങ്ങനെ ഭംഗിയായി അത് എടുക്കുന്നു, അത് ഉപയോഗിക്കുന്നു, അവിടെയാണ് നമ്മുടെ മനുഷ്യരിൽ സ്മാർട്ടായിട്ട് നമ്മുടെ കഴിവുകളും അല്ലെങ്കിൽ യൂട്ടിലൈസേഷൻ വരേണ്ട ഒരു മേഖല എന്ന് പറയുന്നത്. അതിൽ ഹെസ എനർജി സൊല്യൂഷൻ വളരെ സൗകര്യപൂർവ്വം ഏറ്റവും ഈസിയായി ജനങ്ങൾക്ക് അത് എങ്ങനെ എത്തിക്കാൻ കഴിയും, ഏറ്റവും കുറഞ്ഞ ചെലവിൽ അതിൻ്റെ പ്ലാന്റുകൾ എങ്ങനെ സ്ഥാപിക്കാൻ വേണ്ടി കഴിയും, ആ പ്ലാന്റുകൾ സ്ഥാപിച്ചത് എങ്ങനെ അത് നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് അവരുടെ വീടുകളിലേക്ക് ഉപയോഗിക്കാൻ കഴിയും എന്നതാണ് ഞങ്ങൾ പ്രധാനമായും സർവീസ് എന്നുള്ള നിലയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിലൂടെ തന്നെയാണ് നമ്മൾ ഊന്നി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഹെസ എനർജി സൊല്യൂഷൻസിന്റെ സർവീസുകളെയും അതുപോലെ തന്നെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ പ്രത്യേകതകളെ കുറിച്ച് നമുക്ക് സാറിനോട് ചോദിച്ചു നോക്കാം. നമ്മൾ ആദ്യം തന്നെ ഒരു കസ്റ്റമർ നമ്മളെ വിളിക്കുകയാണെങ്കിൽ, നമുക്കൊരു ലീഡ്സ് കിട്ടുകയാണെങ്കിൽ നമ്മൾ ആ ലീഡ്സിനെ കസ്റ്റമറുടെ സൈറ്റിൽ പോകും. അപ്പൊ നമുക്കത് സൈറ്റിൽ ഈ സോളാർ പവർ പ്ലാന്റ് വെക്കാനായിട്ട് എത്രത്തോളം ഫീസിബിൾ ആണ് എന്നുള്ളത് നോക്കും. നമുക്ക് ഫീസിബിളായി നോക്കിയിട്ട് അതിന്റെ കുറെ പാരാമീറ്റേഴ്സ് ഉണ്ട്. ആ പാരാമീറ്റേഴ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിന് കറക്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ കിട്ടുള്ളൂ സോളാറിനെ. നമ്മളത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആയി കഴിഞ്ഞാൽ അതിന്റെ KSB ആയിട്ടോ അല്ലെങ്കിൽ സബ്സിഡിയിൽ MNRE ആയിട്ടോ അതിന്റെ പ്രൊസീജിയറൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ വെച്ചതിന് ശേഷം കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയതിനു ശേഷം നമ്മളെല്ലാം വെച്ചതിന് ശേഷം നമ്മളതൊരു മൊബൈൽ ആപ്പിൽ ഇത് ചെയ്ത് കൊടുക്കും. അതായത് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മളൊരു കിലോവാട്ട് വെക്കുന്നത് 4 യൂണിറ്റ്സ് ഒക്കെ പറയാം.
അപ്പോൾ അത് ഒരു കുറവാണെന്നുണ്ടെങ്കിൽ നമ്മളത് എന്താണ് റെക്ടിഫിക്കേഷൻ നമ്മൾ നോക്കും. അതിൽ അതുവരെ നമുക്ക് അങ്ങനെ വന്നിട്ടില്ല. നമ്മൾ വെക്കുമ്പോൾ തന്നെ അതിനനുസരിച്ച് ചെയ്യില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിന്റെ സബ്സിഡി കാര്യങ്ങളും എല്ലാം നമ്മൾ മോണിറ്റർ ചെയ്യും. കസ്റ്റമറെ സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് ചെയ്ത് കൊടുക്കും ഇതിൽ. പിന്നെ വന്നിട്ട് നമുക്ക് ഇതിന്റെ വെച്ചതിന് ശേഷം നമ്മൾ ഒരു 6 months കൂടുമ്പോൾ പീരിയോഡിക്കൽ ഇൻസ്പെക്ഷൻ ഉണ്ട്. ഈ പ്ലാന്റ് പൊടിയുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ നമ്മൾ എവറി 6 months ഓരോ കസ്റ്റമറുടെ അടുത്തും നമ്മൾ ടെക്നിക്കൽ കെയർ പോകും. അപ്പൊ അത് കഴിഞ്ഞിട്ട് അതിന്റെ പാരാമീറ്റേഴ്സ് നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ സർവീസ് ആഫ്റ്റർ 6 months നമ്മളിതെല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ റിപ്പോർട്ടായിട്ട് പൂർണ്ണശ്രീ കാറ്ററിംഗ് അവിടെ നമ്മൾ ചെയ്തു. അതുപോലെ നമ്മൾ എറണാകുളത്ത് പാർട്ടി ഓഫീസസ് ഇപ്പോൾ ഇതിന്റെ പാർട്ടി 20 kilowatt ചെയ്തിട്ടുണ്ട്, 25 kilowatt, അങ്ങനെ ഒരുപാട് സ്ഥലത്ത് നമ്മൾ ചെയ്തിട്ട് എല്ലാം നല്ല എഫിഷ്യൻസി നല്ല പ്രൊഡക്ഷൻ കിട്ടുന്നുണ്ട്. അവർ ത്രൂ ആയിട്ട് നമുക്ക് ഇതിന്റെ റെഫറൻസുകൾ കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ കസ്റ്റമറായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ചെയ്യണമുണ്ട്. അവർ തന്നെ നമുക്ക് അല്ലാണ്ട് കൂടുതലായിട്ട് നമുക്ക് മാർക്കറ്റിംഗിലേക്ക് പോകും. അല്ലാണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഓർഡേഴ്സുകൾ റെഫറൻസ് കൂടെ കിട്ടുന്നുണ്ട്. സോളാർ പവർ പ്ലാന്റ് ആവശ്യമുള്ള ഒരു സാധാരണക്കാരന് ഇതിന്റെ എക്സ്പെൻസ് താങ്ങാനായിട്ട് കഴിയുമോ? സോളാർ പവർ പ്ലാന്റിന്റെ എക്സ്പെൻസ് എന്ന് പറയുന്നത് നമ്മൾ ഓരോ മാസവും KCB അടയ്ക്കുന്ന പൈസക്ക് തുല്യമാണ്. നമ്മൾ താമസിക്കുന്ന എല്ലാ വീടുകളിലും നമുക്ക് KCB കണക്ഷൻ ഉണ്ട്. പൈസ എല്ലാ മാസവും അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ നമ്മൾ അടയ്ക്കേണ്ടി വരും. ആ പൈസ മാത്രം നമ്മൾ ഇതിലേക്ക് അടച്ചാൽ മതിയാവും. ഒരു 3 kilowatt സോളാർ പവർ പ്ലാന്റ് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു 3500 രൂപ വരെയുള്ള ബില്ലുകൾ സൗജന്യമായിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ അദ്ദേഹം അടച്ചുകൊണ്ടിരിക്കുന്ന KCB ബില്ല് അത് നേരെ നമുക്ക് ഇതിന് ഇപ്പോൾ ലോണുകൾ വേണമെങ്കിൽ എല്ലാ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കുകളും ലോൺ കൊടുക്കുന്നുണ്ട്. SBI പ്രത്യേക സ്കീം വെച്ചിട്ട് ലോൺ കൊടുക്കുന്നുണ്ട്. നമ്മുടെ തൃപ്പൂണിത്തുറയിൽ പീപ്പിൾസ് അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിന് 28 ബ്രാഞ്ചുകളുണ്ട്. ആ എല്ലാ ബ്രാഞ്ചുകളിലും അവർ പ്രത്യേകം ലോണിന് വേണ്ടിയിട്ട് കൗണ്ടറുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വളരെ സാധാരണക്കാർക്ക് വരെ അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിലാണ് ഇന്ന് പോയി ചെയ്തത്. ഗവൺമെന്റ് 78,000 രൂപ സബ്സിഡി കൊടുക്കുന്നുണ്ട്, സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും കൂടിയിട്ട്. അങ്ങനെ എല്ലാ രീതിയിലും സർക്കാരുകളും ബാങ്കുകളും എല്ലാവരും ഇതിനു വേണ്ടിയിട്ടുള്ളൊരു നല്ല പ്രോത്സാഹനം നടത്തുന്നത് കൊണ്ട് തന്നെ ഇന്ന് സാധാരണക്കാർക്ക് വളരെ അഫോർഡബിൾ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇത് കഴിയും. സാർ, അപ്പൊ നമ്മുടെ ഈ പവർ പ്ലാന്റിലേക്ക് ഒരു വീട്ടിലുള്ള എല്ലാ ഉപകരണങ്ങളും നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റുമോ? നമ്മുടെ പവർ പ്ലാന്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കറണ്ട് ഉൽപ്പാദിപ്പിക്കുക എന്നുള്ള ഒരു പ്രവർത്തനം മാത്രമേ നടക്കൂ. അത് ഒരു വീട്ടിൽ ഇപ്പൊ AC ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫ്രിഡ്ജ് ആയിക്കോട്ടെ, ഏറ്റവും ഇപ്പോൾ വാഷിംഗ് മെഷീൻ ആയിക്കോട്ടെ, എല്ലാ ഉപകരണങ്ങളിലേക്കും നമുക്കിത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. ഇതൊരു പ്രത്യേക ഉപകരണത്തിലേക്ക് വേണ്ടിയിട്ടുള്ളതല്ല. നമുക്ക് KCBക്ക് പാരലായിട്ട് അല്ലെങ്കിൽ KCB ലഭിക്കുന്നത് പോലെ തന്നെ സോളാറിൽ നമ്മുടെ വീട്ടിൽ നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന നമ്മുടെ സ്വന്തം വൈദ്യുതി ആയിട്ടാണ് നമ്മളിത് കണക്കാക്കേണ്ടത്. നമ്മുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന രീതി. അതുകൊണ്ട് തന്നെ നമുക്ക് KCBയിൽ നിന്നുള്ള വൈദ്യുതിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് നമുക്ക് പൈസ അവർക്ക് കൊടുക്കേണ്ടി വരാത്തത്. അപ്പൊ അതുകൊണ്ട് എല്ലാ ഉപകരണങ്ങളും നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇതൊരു ഓൺ ഗ്രിഡ് പവർ പ്ലാന്റ് ആണ്. ഇതിന്റെ തന്നെ ഹൈബ്രിഡ് പവർ പ്ലാന്റ് ഉണ്ട്, ഓഫ് ഗ്രിഡ് പവർ പ്ലാന്റ് ഉണ്ട്. അങ്ങനെ വരുമ്പോഴേക്കും ഹൈബ്രിഡ് അല്ലെങ്കിൽ ഓഫ് ഗ്രിഡ് ഒക്കെ ആണെങ്കിൽ കറണ്ട് പോകുന്ന സമയത്തും നമുക്കിത് ലഭിക്കും. ഓൺ ഗ്രിഡ് പവർ പ്ലാന്റിനെ സംബന്ധിച്ചിടത്തോളം കറണ്ട് എപ്പോൾ പോകുന്നോ അപ്പോഴേക്കും ഇത് ഓഫ് ആവും, ഇതിന്റെ ജനറേഷനും നിൽക്കും. പക്ഷെ ഹൈബ്രിഡ് പവർ പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ജനറേറ്റ് ചെയ്ത വൈദ്യുതി നമുക്ക് വീണ്ടും മറ്റു ഉപകരണങ്ങളിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി ഹൈബ്രിഡ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കൂടുതൽ ഇപ്പോൾ റിക്വയർമെന്റ് വരുന്നതും ഹൈബ്രിഡ് ടെക്നോളജിയിലാണ്. ഹെസ എനർജി സൊല്യൂഷൻസിന്റെ ഒരു ക്ലയന്റിനെ നമുക്ക് പരിചയപ്പെടാം. സാർ, ഇപ്പോൾ ഈ അടുത്തിടയിൽ നമ്മുടെ സോളാർ പവർ പ്ലാന്റ് സ്ഥാപിച്ച ഒരാളാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ എക്സ്പീരിയൻസ് ഒന്ന് ചോദിക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു? നമുക്ക് എന്തുകൊണ്ടാണ് ഇത് സോളാർ പ്ലാന്റിലേക്ക് മാറാനുള്ള കാര്യം? അത് ഇപ്പോൾ വീട് വെച്ച് കുറച്ച് നാൾ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല് ദിനം പ്രതി കൂടിക്കൊണ്ട് വരികയാണ്. അപ്പോൾ എല്ലാ റൂംസിലും എല്ലാ ഉപകരണങ്ങൾക്കും ഇലക്ട്രിസിറ്റി ഭയങ്കരമായിട്ട് കൂടി വരികയാണ്. അപ്പോൾ സോളാറിനെ കുറിച്ച് പയ്യെ ചിന്തിച്ച് തുടങ്ങിയായിരുന്നു. അപ്പോഴാണ് ഹെസ്സയെ കുറിച്ച് അറിയുന്നത്. രാകേഷ് ഭായ് നേരത്തെ തന്നെ പരിചയമുണ്ട്. അപ്പോൾ ഹെസ്സയായിട്ട് ബന്ധപ്പെട്ടു. അവരുടെ പ്ലാൻസും കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഒരു 4 മാസം മുമ്പാണ് ഞാനിവിടെ സോളാർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്തത്. 5 കിലോവാട്ടിൻ്റെയാണ് വെച്ചത്. അപ്പം അതിനുശേഷം ഇപ്പോൾ ഒരു 4 മാസമായിട്ട് നമുക്ക് ഇലക്ട്രിസിറ്റി ബില്ല് തീരെ ഇല്ല. മിനിമം ചാർജേ വരുന്നുള്ളൂ. ഇപ്പോൾ ഇലക്ട്രിക് വെഹിക്കിൾ ഉപയോഗിക്കുന്നുണ്ട്. അത് ചാർജ് ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് അതിൻ്റെതായ യൂണിറ്റ്സ് ഒന്നും കയറി വരുന്നില്ല. നമുക്കെല്ലാം സോളാറിൽ കൂടെ തന്നെയാണ് പോകുന്നത്. അപ്പോൾ സോളാർ എനർജിയിലേക്ക് മാറുന്നുണ്ടെങ്കിൽ ഹെസ എനർജി സൊല്യൂഷൻ നിങ്ങൾക്കൊരു റൈറ്റ് ചോയ്സ് ആയിരിക്കും. ഇന്ന് തന്നെ അവരെ ബന്ധപ്പെടുക.